അയ്യോ ചേട്ടാ കുറച്ച് ഇപ്പോ മാറി ഉന്നതങ്ങളിലേക്ക് പോയാ ഞാൻ പൊസിഷന്റെ കാര്യമായി. അയ്യോ ഇപ്പോഴേ അവിടെ വിജയിച്ചില്ല. അത് കൊള്ളാം. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ നിന്നാ മതിയാ. നമുക്ക് ഞങ്ങളെ കിട്ടിയില്ല. ഹലോ അവിടെയായിരുന്നു അല്ലേ? ഒരു ഭയങ്കര പുസ്തകം എടുത്തു എല്ലാവരും എടുത്തു. ഇത് ജനറൽ കിട്ടിയ ഇപ്പൊ ആ പുതിയ ജില്ലാ പ്രസിഡന്റിനാണോ സജീവനെ മാറ്റി? അതാണ് ഞാൻ പറഞ്ഞത് ഉന്നതങ്ങളിലേക്ക് ആയിരുന്നു പറഞ്ഞത്. ആ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു ഇനിയുണ്ട്. ആ താങ്ക് യു. അവിടെ ഇരിക്കുന്ന കർഷകരുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നോ പരിപാടി? അനൗൺസ് 3:30. അതായത് റോമൻ ടൈം 12 മണിക്ക് അവിടെ അനൗൺസ് ചെയ്യും. ആ അനൗൺസ് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യാൻ പാടുള്ളൂ. അവിടെ നിന്ന് ഒരു മാറ്റർ അയച്ചു നമ്മളെ അനൗൺസ് അവിടെ മാർപ്പാപ്പയാണ് അനൗൺസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് അങ്ങനെയാണ്. പ്രശാന്തിനൊന്നും കിട്ടിയില്ലേ? പ്രസിഡന്റിനെ മാത്രം അപ്പോയിന്റ് ചെയ്തില്ല. The leadership legacy of Narendra Modi. ബാലസുബ്രഹ്മണ്യം അത് നമ്മുടെ ഇവിടെ നിന്നുള്ളവരാണ്. ഓൾ ഇന്ത്യ ഇന്റർനാഷണൽ നല്ല പ്രിന്റിംഗ് ഒക്കെ ഉണ്ട്. നല്ല പുസ്തകമാണ്. ഞാൻ വായിക്കാം കേട്ടാ. ആ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. അതിനകത്ത് ഞാൻ എഴുതിയാനല്ല, നമ്മുടെയൊക്കെ ഫോട്ടോ. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. ഹലോ, സുഖമാണോ?
ഇവിടെയും പ്രസിഡന്റ് മാറി. ജിതിനാണ് നമ്മുടെ അടുത്ത പ്രസിഡന്റ് പറയാം. അത് ശരി, നമ്മളൊന്നും അറിഞ്ഞില്ല. നമ്മള് ഇത് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അല്ലേ? സമയം സ്റ്റേറ്റ് പ്രസിഡന്റ് മാറി, ഇന്ത്യ പ്രസിഡന്റ് മാറി, രാജീവ് ചന്ദ്രശേഖർ അതെ, നമ്മുടെ മുമ്പത്തെ മന്ത്രി. ഞാൻ ഈ 3-5 ആഴ്ചയായിട്ട് അമേരിക്കയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ അറിയില്ല, ഓൺലൈനായിട്ടൊക്കെ അറിയാം. അങ്ങനെ കണ്ടില്ല. നമുക്ക് വല്ല കിട്ടിയപ്പോ ഒന്നും കിട്ടിയില്ലേ? വളർന്നു വരുന്ന പ്രവർത്തകരാണ്. അതെ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. വലിയതല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നല്ല. അപ്പോഴാണ് നിങ്ങൾക്ക് വന്ന് ചോദിക്കാൻ അല്ല, എന്നോടല്ല, രമേശ് സാറിനോട് ചോദിക്കാം. കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ എന്റെ മുമ്പിൽ വെച്ചിരുന്ന് ചോദിക്കുന്നില്ല. സന്തോഷം. വിഷു അല്ലേ? നാളെ വിഷു അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വന്നാൽ കൂടി തരാം. വന്നാൽ കൂടി തരും. കൂടി നമുക്കൊരു കുഴപ്പമില്ല. ഓക്കെ, ശരി. പറയാമേ അബി മൈക്ക് അബി ഓടിയാമേ അബി അബി ഓടിയില്ല അബി അല്ല 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 പറയാമേ അബി ഒന്ന് മൈക്ക് 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 മറ്റേ ഗോവിലൊന്ന് പോവാമോ? അതൊന്നുകൂടെ ഒന്നുകൂടാ. ആ ഓക്കെ ഓക്കെ. എന്നാ ഹലോ പറഞ്ഞേ, ഫോണല്ലേ? മൈക്കാരെ കൊടുത്തല്ല അല്ല ആ മൈക്ക് ഇത്തിരി തിരിക്കാൻ പറയും. ഹലോ. ആർച്ച് ബിഷപ്പായി നിയുക്തനായ കാലഘട്ട തിരുമേനിക്ക് അനുമോദനങ്ങളും അഭിവാദനങ്ങളും അർപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ എല്ലാ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് നേരുകയുണ്ടായി. തിരുമേനിയുടെ ഈ സ്ഥാനാരോഹണം ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോടിൻ്റെ സാമൂഹിക ജീവിതത്തിലും പൊതുജീവിതത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് തിരുമേനിയുടേത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടും കോഴിക്കോട്ടെ ഏത് നല്ല കാര്യത്തിനും മുൻപന്തി നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഏത് സമയത്തും വരാനും ഉപദേശങ്ങൾ തേടാനുമുള്ള ഒരു സ്ഥലമായിട്ട് തന്നെയാണ് ഈ തിരുമേനിയുടെ സാന്നിധ്യവും ബിഷപ്പ് ഹൗസും കോഴിക്കോട്ടെ എല്ലാ ആളുകളും കാണുന്നത്. അതുകൊണ്ട് കോഴിക്കോട്ടുകാർക്കും മലബാറുകാർക്കും എല്ലാവർക്കും പൊതുവായി കിട്ടിയ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. എല്ലാ ആളുകളോടൊപ്പം ആ സന്തോഷത്തിലും ഈ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ വലിയ അംഗീകാരത്തിൻ്റെ ആഹ്ലാദത്തിലും ഭാരതീയ ജനതാ പാർട്ടി കൂടി പങ്കിടുകയാണ്. കോഴിക്കോട്ടെ പൊതുസമൂഹത്തിൽ നിറസാന്നിധ്യമായി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ
കോഴിക്കോടിൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ നിറവിളക്കായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. BJP മാത്രമാണല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളൊക്കെ ആയിട്ടില്ലല്ലോ, ചെയ്യട്ടെ, സമയമാവട്ടെ. ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, നിങ്ങളുടെ ഒരാളാണ് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ള സമയമാകുമ്പോൾ നമ്മൾ പറയാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നിങ്ങളെക്കാൾ തീർന്നതിനാണ് ഞങ്ങൾക്കൊരു കൃത്യമില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾ പ്രാഥമികമായ ആലോചന നടത്തിയിട്ടുണ്ട്, തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആലോചിക്കും. പിന്നെന്താ, തീർച്ചയായിട്ടും അക്കാര്യത്തിലും തർക്കമില്ല. അറിയില്ല, എനിക്കറിയില്ല അതെന്താണ് സംഭവം, എനിക്കറിയില്ല. ഏതായാലും അത്തരം സംഭവങ്ങളൊന്നും BJP ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് റോളുണ്ടാവില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഈസ്റ്റർ ദിനം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ആഘോഷിച്ചിട്ടുണ്ട്. ഡൽഹിയിലെയും കേരളത്തിലെയും വിവിധ തിരുമേനിമാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വസതിയും ഈസ്റ്റർ ആഘോഷം നടത്തിയത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളുമായിട്ട് ഗവൺമെന്റിനോ BJPക്കോ എന്താണ് സംഭവം എനിക്കറിയില്ല. അത്തരം യാതൊരു നടപടിക്കും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അല്ല നരേന്ദ്രമോദി ഗവൺമെന്റ്. ഗൗര ബൈറ്റാണോ? ഗൗര ബൈറ്റാണോ? ഞാനാണെങ്കിൽ അത് കുറച്ച് അടോർന്നെടുക്കുന്നുണ്ട്. ഒന്നാവും ഒരു സ്റ്റെപ്പ് താഴെ കുറച്ചകന്നു. നമസ്കാരം. എല്ലാ മലയാളികൾക്കും ഐശ്വര്യവും സമൃദ്ധിയും വിഷു ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. പുതിയ വർഷം ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമാകട്ടെ, പുതിയ തുടക്കങ്ങൾക്ക് നിദാനമാവട്ടെ ഇനി വരുന്ന എല്ലാ അവസരങ്ങളും. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ നേരുന്നു. നമസ്കാരം. മരണം പിടിക്കണം. അന്നേരം 40 ആവും.
പ്രകാശ് അപ്പൊ ഞാൻ പോകും. ഞാൻ വടകര പാനൂർ പോകണം. എനിക്ക് കഴിഞ്ഞിട്ട് പാനൂർ അത് കഴിഞ്ഞിട്ട് അതേറെ സമയത്ത് പോകും. ഓ എങ്ങോട്ടാ? എനിക്ക് നല്ല ഭക്ഷണം വേറെ ഉണ്ട്. അജയലാലിന്റെ വീട്ടിൽ മറ്റേ പാലുകൂടി ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളെ വണ്ടി വന്നോ? അതില്ല